ശ്രീ അമീൻ ഹസൻ ഇവിടെ സമസ്ത മുഖപത്രത്തിലൂടെ കോൺഗ്രസിനെ വിരട്ടുകയാണ്. പള്ളി പൊളിച്ചെടുത്ത് നിങ്ങൾ കാലുകുത്തുവോ എന്ന് വിരട്ടുകയാണ്. വി മുരളീധരൻ പറയുകയാണ് ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത കോൺഗ്രസെ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകാത്ത എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ലീഗിൽ അങ്ങ് ലയിക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ ഒരു പ്രശ്നത്തിൽ ഒരു ദേശീയ പാർട്ടി ഈ പറയുന്ന ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെ വേരുകളുള്ള അവിടുത്തെ കാര്യങ്ങൾ കൂടി നോക്കണം. ഇപ്പോൾ ഇന്ന് മുസ്ലിം കുഞ്ഞാലിക്കുട്ടി നിലപാട് വ്യക്തമാക്കുന്നുണ്ടല്ലോ. കോൺഗ്രസിന് പല പ്രശ്നങ്ങളുണ്ടാകും, ആ പ്രശ്നങ്ങൾ പരിഹരിച്ചൊരു ഒരു സ്വതന്ത്ര തീരുമാനമെടുക്കാനുള്ള അവകാശം ആ പാർട്ടിക്കുണ്ട് എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നുണ്ടല്ലോ. ശ്രീ അമീൻ ഹസൻ, എല്ലാവരും കൂടി വളഞ്ഞിട്ട് വേട്ടയാടാനുള്ള ഒരു അവസ്ഥ ഇപ്പോൾ കോൺഗ്രസിനുണ്ടോ ഈ വിഷയത്തിൽ? ഹഷ്മി, എനിക്ക് തോന്നുന്നത് സുപ്രീം കോടതി വിധിക്ക് ശേഷം അല്ലെങ്കിൽ അയോധ്യയിൽ ക്ഷേത്രം പണിഞ്ഞതിന് ശേഷമല്ല ഇന്ത്യയിൽ രാഷ്ട്രീയം ഉണ്ടായത്. അവിടെ നിന്നല്ല ഈ ചർച്ച തുടങ്ങേണ്ടത് എന്ന് നമ്മൾ മറന്നു പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ചരിത്രപരമായി എന്താണ് അയോധ്യയിൽ ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം എന്നത് കോൺഗ്രസ് ആലോചിക്കണം എന്നാണല്ലോ കോൺഗ്രസിനെ കുറിച്ചുള്ള നമ്മുടെ വിമർശനം. ഇവർക്ക് എത്ര കിട്ടിയിട്ടും ഇത് മതിയാവുന്നില്ലേ എന്നതാണ് ചോദ്യം. ഹാഷ്മിയുടെ തുടക്കത്തിലുള്ള പി ജയരാജനോടുള്ള ചോദ്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഹാഷ്മി ചോദിക്കുന്നത് 4 വോട്ടിന് വേണ്ടി എന്ന് പറയുമ്പോൾ 4 വോട്ട് പ്രധാനമാണ് എന്നാണ്. 4 വോട്ട് കിട്ടുമോ ഹാഷ്മി? ഇങ്ങനെ ബി ജെ പിയുടെ ഒരു ബി ടീമാകുന്ന ഒരു രാഷ്ട്രീയമാണോ ഡോക്ടർ മോഹനകൃഷ്ണൻ പറയുന്നത് പോലെ കോൺഗ്രസിന് വ്യക്തിപരമായി 2 നിലപാടുകളാവാം ആളുകൾക്ക് എന്ന് പറയുന്നു? ഒരാൾക്ക് ഒരേ സമയം ഒരു ഹിന്ദുത്വ പ്രൊജക്റ്റിന്റെ ഭാഗമായി മാറാനും ഒരു തികഞ്ഞ മതേതരവാദിയാണ് എന്ന് പറയാനും കഴിയുമോ? ഒരേ സമയം ഹിന്ദുത്വ രാഷ്ട്രീയ പ്രതലത്തിൽ നിന്ന് പ്രവർത്തിക്കുവാനും അതേസമയം ഞങ്ങൾ മതേതര കക്ഷിയാണ് എന്ന് പറയാനും കഴിയുമോ? ഇപ്പൊ ചരിത്രത്തിലെ മുറിവുകളിലേക്ക് നമ്മൾ നിരന്തരം നോക്കിയിരുന്നിട്ട് എന്താണ് കാര്യം? അവിടെ ഒരു മുറിവുണ്ടായി, അവിടെ പല അനീതികളുണ്ടായി, അനീതികൾ കൂടി കടന്നു വന്ന് ഒരുപാട് ചോരപ്പുഴ ഒഴുകി, രഥയാത്ര കടന്നുപോയ വഴികളിലൊക്കെ 100 കണക്കിന് മനുഷ്യരുടെ ചോര ഒഴുകി. അതിനുശേഷം ഒരുപാട് ബ്ലഡ് ബാത്ത് പിന്നെയും ഉണ്ടായി, നിരവധി സംഘർഷങ്ങളുണ്ടായി, നിരവധി സ്പർദ്ധകളുണ്ടായി. സുപ്രീം കോടതിയിലേക്ക് എത്തി. സുപ്രീം കോടതി തന്നെ പറയുന്നു അതിൽ അനീതികൾ എണ്ണി സുപ്രീം കോടതി പറഞ്ഞ പ്രശ്നപരിഹാരം എന്നുള്ള നിലയ്ക്ക് ഒരു ക്ഷേത്രം, ഒരു പള്ളി എന്നതിലേക്ക് സുപ്രീം കോടതി ഒരു വിധിയിലേക്ക്, അതിന് ന്യായവിധി എന്ന് പോലും പലരും പറഞ്ഞില്ല, പക്ഷേ ഒരു വിധിയിലേക്ക് എത്തുന്നു. അന്ന് ആ ദിവസം ഈ രാജ്യത്തെ മുസ്ലിം സംഘടനകൾ സ്വീകരിച്ച നിലപാടെന്താണ്? അമീൻ ഹസൻ, ഞങ്ങൾക്ക് വേദനയുണ്ട് പക്ഷെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുകയല്ലേ? പിന്നെയും നമ്മൾ അതിലേക്ക് നോക്കി ഇങ്ങനെ നോക്കിയതുകൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം? ശ്രീ അമീൻ ഹസൻ, 2 പ്രശ്നമാണുള്ളത്. ഒന്ന്, വസ്തുതാപരമായി താങ്കൾ പറയുന്നതിൽ ഒരു കുഴപ്പമുണ്ട്. മുസ്ലിം സംഘടനകളുടെ നിലപാട് ആ 5 ഏക്കർ ഭൂമിയിൽ പള്ളി ഉണ്ടാക്കാമെന്നല്ല. ആ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി സുപ്രീം കോടതി അനുവദിച്ച 5 ഏക്കർ ഭൂമി ഞങ്ങൾ തിരസ്കരിക്കുന്നു എന്ന് കൂടിയായിരുന്നു. അതും കൂടി ചേർത്ത് വേണം ഹാഷ്മി അതിനെ മനസ്സിലാക്കണം. ഒന്നാമത്, ഞാനതിനെ വൈകാരികമായോ രാഷ്ട്രീയമായോ പോലും സമീപിക്കുന്നില്ല. പ്രായോഗികമായി ആലോചിക്കാം ഹാഷ്മി. കമൽനാഥ് കുറെ പയറ്റി നോക്കിയല്ലോ മൃദു ഹിന്ദുത്വ രാഷ്ട്രീയം. എന്നിട്ട് എവിടെ കോൺഗ്രസ് ജയിച്ചോ? 2002 ഗുജറാത്ത് ഈ രാജ്യം ഭരിച്ചല്ലോ. അമീൻ ഹസൻ, മധ്യപ്രദേശ് തോറ്റു എന്ന് കരുതി കോൺഗ്രസിന്റെ വോട്ട് ഷെയറിൽ അത്ര ഗണ്യമായ കുറവുണ്ടായോ? ഈ രാഷ്ട്രീയം പയറ്റിയ സർ, മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലൂടെ വോട്ടിന് നോക്കിയാൽ BJP-യേക്കാൾ 9 ലക്ഷം വോട്ട് കൂടുതൽ കോൺഗ്രസിനാണ് അപ്പോഴും. സർ, അവർക്കവിടെ വേരുകളുണ്ട്, അവർക്കവിടെ കൺസേൺസ് ഉണ്ട്. അത് നോക്കാതെ ഒരു കോൺഗ്രസ് നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ? ഹഷ്മി പല സ്ഥലത്ത് പോവാണ്. ഞാൻ പറയുന്നത് ഒന്ന് പൂർത്തിയാക്കിയിട്ട് ഹഷ്മി ചോദിച്ചാൽ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അതായത് തെലങ്കാനയിലെ വോട്ട് കൂടി എണ്ണി 9 ലക്ഷം വോട്ടിന്റെ കൂടുതലുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. കോൺഗ്രസിന് വോട്ട് കിട്ടണമെന്നും കോൺഗ്രസ് ജയിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണല്ലോ നമ്മൾ കോൺഗ്രസിനെ വിമർശിക്കുന്നത്. പ്രായോഗികമായ പ്രശ്നം തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ ഹിന്ദുത്വ ബി ടീം ആയതുകൊണ്ട് ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം വിജയിക്കാൻ പോകുന്നില്ല എന്ന് കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ കൂടി അനുഭവങ്ങളെ മുൻനിർത്തി നമ്മുടെ മുന്നിലുണ്ടായിരിക്കെ അവർ പയറ്റിയ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രയോക്താക്കൾ ആരാണ് എന്നതാണ് അയോധ്യയിൽ ക്ഷേത്രം പണിയുമ്പോൾ നരസിംഹറാവുവിൻ്റെയും രാജീവ് ഗാന്ധിയുടെയും ഒക്കെ ചരിത്രം നമ്മൾ ഓർത്താൽ, ചരിത്രപരമായി കോൺഗ്രസ് ചെയ്ത അനീതിക്ക് മുകളിൽ പടർന്നു പന്തലിച്ച ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു സിമ്പലായി അയോധ്യയിൽ ക്ഷേത്രം പണിയുമ്പോൾ അവിടെയും ചെന്നിട്ട് ഞങ്ങൾ അതിൽ പങ്കെടുക്കുന്നു വ്യക്തിപരമായിട്ടാണ് എന്ന് പറഞ്ഞ് ഒരു രാഷ്ട്രീയമില്ലാത്ത നിലപാട് സ്വീകരിച്ചതുകൊണ്ട് ഇന്ത്യയിലെ കോൺഗ്രസോ ഇന്ത്യയിലെ മതേതര കക്ഷികളോ അധികാരത്തിൽ തിരിച്ചു വരും എന്ന് വിചാരിക്കാൻ മാത്രം പമ്പര വിഡ്ഢികളാണോ നമ്മൾ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇന്ത്യയിൽ BJP-യെ പരാജയപ്പെടുത്താൻ 2 സാധ്യതകളല്ലേ ഹാഷ്മിയുള്ളൂ. ഒന്ന്, ശക്തമായ മതേതര നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ അതിനുവേണ്ടി അണിനിരത്തുക. അങ്ങനെയാണ് ഈ രാജ്യത്തെ ഇന്ത്യ എന്ന് പറയുന്ന മുന്നണിയുടെ വോട്ട് ബാങ്ക് നമ്മൾ പരിശോധിച്ചാൽ, അവരുടെ വോട്ട് ഷെയർ നമ്മൾ പരിശോധിച്ചാൽ
BJP-ക്കുള്ളതിനേക്കാൾ 10 മടങ്ങ് വോട്ട് ഷെയർ ഉണ്ടായിരിക്കെ എന്തിനാണ് ഒരു മതേതര രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ ഇപ്പോഴും കോൺഗ്രസിന് സാധ്യമാവാതെ വരുന്നത്? മണ്ണതിന് കരുത്തുള്ള മണ്ണാണോ ഇപ്പോൾ എന്ന ചോദ്യം അമീനാസറുണ്ട്. നമ്മളിങ്ങനെ അങ്ങനെയൊക്കെ വൈകാരികമാകുമ്പോൾ പോലും, അങ്ങനെയൊക്കെ നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ പോലും, നമ്മൾ വേദനിക്കപ്പെടുമ്പോൾ പോലും അതിന് ആ രാഷ്ട്രീയം അല്ല സർ ആ രാഷ്ട്രീയം പയറ്റാനുള്ള യാഥാർത്ഥ്യബോധം ഈ പറഞ്ഞ ഹിന്ദി ഹൃദയഭൂമിയിൽ ഉണ്ടോ എന്ന ചോദ്യം അവിടെ ഉണ്ട് അമീൻ ഹസൻ. അത് BJP-ക്ക് ഓശാനപാടലല്ല, അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഒത്താശപാടലല്ല. ഒരു കാലത്തും ആണെന്ന് ഞാൻ പറയുന്നില്ല. ഈ രാഷ്ട്രീയം തെറ്റാണെന്നും ഈ രാഷ്ട്രീയം തലതിരിഞ്ഞ രാഷ്ട്രീയമാണെന്നും പ്രായോഗികമായി കോൺഗ്രസ് തിരിച്ചു വരികയില്ലെന്നുള്ള പ്രായോഗിക രാഷ്ട്രീയ ബുദ്ധിയാണ് ഞാൻ പറയുന്നത്. ഒരു വശത്ത് നിങ്ങൾ ഹിന്ദു യൂണിഫിക്കേഷൻ എന്ന് പറയുന്ന സംഘപരിവാറിന്റെ പോളറൈസേഷൻ പ്രൊജക്ടിനെതിരെ ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും, മറുവശത്ത് അവരുടെ ഹിന്ദു യൂണിഫിക്കേഷൻ പ്രൊജക്ടുകൾക്ക് വിനീത വിധേയരായി ശബ്ദം പോലുമില്ലാത്ത ക്ഷണിതാക്കളായി ആ സന്നിധത്തിൽ പോയി കിടക്കുകയും ചെയ്യുകയും, ആ പള്ളിയിൽ നരേന്ദ്രമോദി പോകില്ല എന്നാണോ ഹാഷ്മി വിചാരിക്കുന്നത്? ചിലപ്പോൾ പള്ളിയിലും നരേന്ദ്രമോദി പോയി എന്ന് വരും. പക്ഷേ ഇതിന്റെ രാഷ്ട്രീയം വളരെ കൃത്യമായി പറയാൻ, മതേതര രാഷ്ട്രീയം പറയാൻ, വി മുരളീധരനെ കുറിച്ച് ഇപ്പോൾ BJP-യുടെ സുഹൃത്ത് പറഞ്ഞല്ലോ. എന്താണ് വി മുരളീധരൻ പറയുന്നത്? വി മുരളീധരൻ പറയുന്നത് ഇഫ്താറിന് പങ്കെടുക്കുന്ന കോൺഗ്രസിന് എന്താണ് ക്ഷേത്രത്തിൽ വന്നുകൂടെ എന്നാണ്. സ്റ്റേറ്റിന് രാഷ്ട്രീയമില്ലെന്ന് പറയുകയും സ്റ്റേറ്റിന് മതമില്ലെന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർലമെന്റിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ അതൊരു മതചടങ്ങായി, ഒരു സവർണ മതചടങ്ങായി മാറ്റി തീർക്കുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്തുണ്ടാകുന്നു. ഇഫ്താർ പാർട്ടികളിൽ നിന്ന് പ്രധാനമന്ത്രി വിട്ടുനിൽക്കുകയും ഇഫ്താർ പാർട്ടികൾ BJP തിരസ്കരിക്കുകയും പാർലമെന്റിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ കാലം മുതൽ, ഭരണഘടനാ അസംബ്ലിയുടെ കാലം മുതൽ മുസ്ലിം MP-മാർക്കുണ്ടായിരുന്ന നമസ്കാരത്തിനുള്ള ഇടവേള റദ്ദാക്കിക്കൊണ്ട് ഇത് മതപരമായ ചടങ്ങായതുകൊണ്ട് ഞങ്ങൾ അത് മാറ്റുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന്റെ ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്ന സെക്യുലറിസത്തിന്റെ കാഴ്ചപ്പാടിനെ തകർക്കുന്നതിനെതിരെ ശബ്ദം ഉയർത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു കോൺഗ്രസിന് ഇന്ത്യയെ തിരിച്ചു കൊണ്ടുവരാനും കഴിയില്ല എന്ന തിരിച്ചറിവ് ഈ ഘട്ടത്തിലെങ്കിലും കോൺഗ്രസിന് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ശരി, ഞാൻ തിരികെ എത്താം.